അങ്ങനെ മങ്കി ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി. അപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടോ. ഇനി എൻ്റെ പോക്ക് നേരെ ദർബാർ സ്ക്വയറിലേക്കാണ്. ദർബാർ സ്ക്വയർ കാഠ്മണ്ഡു സിറ്റിയിലെ പഴയൊരു സ്ഥലമാണ് ഈ ദർബാർ സ്ക്വയർ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ദർബാർ സ്ക്വയർ. ദർബാർ എന്ന് പറഞ്ഞാൽ അത് റോയൽ പാലസാണ്. കാഠ്മണ്ഡുവിൽ മൊത്തത്തിലൊരു 3 ദർബാർ സ്ക്വയർ ഉണ്ട്. അതിലൊന്നാണ് ഈ പത്താൻ ദർബാർ സ്ക്വയർ, പിന്നെ ബക്പൂർ ദർബാർ സ്ക്വയർ, മൂന്നാമത്തെയാണ് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ. ഞാനിപ്പോൾ പോകുന്നത് ഈ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്കാണ്. കാഠ്മണ്ഡു ഭരിച്ച രാജാക്കന്മാരൊക്കെ താമസിച്ചതാണ് ഈ ദർബാർ സ്ക്വയറിനടുത്തുള്ള പാലസ്. അവിടെ ഈ പാലസിനോട് ചേർന്നാണ് ഒത്തിരി ടെമ്പിൾസ് ഉണ്ട്. ആ ടെമ്പിൾസാണ് ഈ ദർബാർ സ്ക്വയറിൻ്റെയൊക്കെ ഒരു മുഖ്യ ആകർഷണം. ഈ കാഠ്മണ്ഡുവിലെ ഓൾഡ് സിറ്റി തന്നെ ഒരു ശിവപാർവതി ടെമ്പിൾ. ആ ശിവപാർവതി ടെമ്പിളിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ദർബാർ സ്ക്വയർ, കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒത്തിരി പ്രാവുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് അവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കാം പ്രാവുകൾക്ക്. ആ പ്രാവുകൾക്ക് ഭക്ഷണം വെക്കുന്ന ആൾക്കാരിവിടെ ഉണ്ട്. ഞാൻ ആദ്യം ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ഹനുമാൻ ധോക്ക ദർബാർ സ്ക്വയർ. ഇത് കാഠ്മണ്ഡു റോയൽ പാലസിൻ്റെ വേറൊരു പേരാണ് ഈ ഹനുമാൻ ധോക്ക ദർബാർ സ്ക്വയർ. ഇവിടെയുള്ള ഈ ടെമ്പിൾസൊക്കെ 4ാമത്തെയും 8ാമത്തെയും നൂറ്റാണ്ടിനിടയിൽ ഇവിടെ താമസിച്ച രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക ഈ പഴയ ടെമ്പിൾസൊക്കെ. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ രീതി ഉണ്ടല്ലോ, ഈ രീതിയിലേക്ക്, ഈ സ്റ്റൈലിലേക്ക് ഈ ടെമ്പിൾസും ഇവിടെയുള്ള പാലസൊക്കെ ആക്കിയത് ഈ 17ാം നൂറ്റാണ്ടിൽ ഇവിടെ താമസിച്ച കിങ് പ്രതാപമല്ല എന്ന് പറഞ്ഞ രാജാവാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഒത്തിരി പ്രാവുകൾ ഇങ്ങനെ കാണാം കേട്ടോ. റോട്ടിൽ കൂടെ വഴി കൂടെയൊക്കെ അമ്പലത്തിന് മുകളിലൊക്കെ ഇഷ്ടം പോലെ പ്രാവുകളെ കാണാം. ആ പ്രാവുകൾക്കിടയിലൂടെ ഈ പിള്ളേർ ഓടി നടന്ന് കളിക്കും ആ പ്രാവുകളെ പിടിക്കാൻ വേണ്ടി. നല്ല രസമുള്ള കാഴ്ച കേട്ടോ, കുഞ്ഞു പിള്ളേരുടെ കളി. ഹിമാലയമാണെങ്കിലും കാഠ്മണ്ഡു സിറ്റി ആണെങ്കിലും വെയിലിനൊരു കുറവില്ല. അതുകൊണ്ട് ഞാൻ കുറേ നേരം തണലത്ത് വന്നിരിക്കാമെന്ന് വെച്ചു. ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രാജാക്കന്മാർ താമസിച്ച റോയൽ പാലസ് കാണാം. ഇവിടെയുള്ള ഈ അമ്പലങ്ങളൊക്കെ കാണാനോ ഇതിൽ നടക്കാനൊന്നും നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇവിടെയുള്ളൊരു പഴയൊരു പാലസ് ഉണ്ട്. ആ പാലസിന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ആ പാലസ് ഇപ്പോൾ ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ കാണാനാണ് ഈ 150 രൂപയുടെ ടിക്കറ്റ്. ഇവിടെയുള്ള ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു പഗോഡ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് കേട്ടോ. പഗോഡ ആർക്കിടെക്ചർ സ്റ്റൈല്. അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മെയിൻ്റെനൻസ് നടക്കാൻ കാരണം എന്ന് വെച്ചാൽ 2015 ഏപ്രിൽ 25 കാഠ്മണ്ഡുവിനെ മൊത്തം പിടിച്ചു കുലുക്കിയൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ഇവിടെയുള്ള ഒത്തിരി പഴയ ബിൽഡിങ്ങുകളും അമ്പലങ്ങളൊക്കെ നശിച്ചു പോയി. ഇപ്പം അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ മെയിൻ്റെനൻസ് പണി നടക്കുന്നത്. ഈ കാണുന്നതൊക്കെ പാലസിൻ്റെ, റോയൽ പാലസിൻ്റെ മുറ്റമായിരുന്നു. ഇപ്പം അവിടെ മൊത്തം ഇങ്ങനെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കച്ചവടക്കാരാണ് ഉള്ളത്. ഇപ്പോൾ ഇതിനെ നമുക്ക് മുറ്റെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതെല്ലാം റോഡിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ മുതൽ ആദ്യം നടന്നു കണ്ടു. ഇനി തിരിച്ച് പാലസിന് ഉള്ളിൽ കയറാമെന്ന് വെച്ചു. പാലസിനുള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി. അതൊരു മ്യൂസിയമാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളിൽ കയറാമെന്ന് വെച്ചു. അങ്ങനെ എടുത്ത ടിക്കറ്റ് 150 രൂപ ടിക്കറ്റ് ഇവിടെ കൊടുത്തു. നേരെ മ്യൂസിയത്തിനുള്ളിലേക്ക്. കാര്യമായ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങോ ഒന്നുമില്ല. നമുക്ക് കയ്യിലുള്ള ബാഗോ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിപ്പോകാം. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു മ്യൂസിയത്തിലേക്കുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ബാഗെല്ലാം ചെക്ക് ചെയ്ത് അവർ കയറ്റാറില്ല. പക്ഷേ ഇവിടെ ഒന്നുമില്ല, നേരെ ഉള്ളിലേക്ക് തന്നെ ഡയറക്റ്റ് കയറിപ്പോകാം നമുക്ക്. ആദ്യം ചെന്ന് കയറിയത് ഒരു വലിയൊരു ഹാളിലേക്കാണ്. 19ാം നൂറ്റാണ്ട് വരെയും ഇവിടെ താമസിച്ച രാജാക്കന്മാർ മീറ്റിങ്ങൊക്കെ എടുത്തുകൊണ്ടിരുന്നൊരു ഹാളാട്ടോ ഇത്. അങ്ങനെ അവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല എന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എടുത്തില്ല. പിന്നെ ഈ മ്യൂസിയത്തിൽ കാണാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. പഴയ രാജാക്കന്മാർ താമസിച്ച സ്ഥലം, പിന്നെ അവരുടെ ബെഡ്റൂം, പിന്നെ കുറേ ഫോട്ടോസ്. ഏതൊക്കെ രാജാക്കന്മാരാണോ താമസിച്ചത് അവരെക്കുറിച്ചുള്ള കുറച്ച് ഫോട്ടോസ്, ചരിത്രങ്ങളൊക്കെ അതിൻ്റെ അകത്തുള്ളൂ. എന്തായാലും മ്യൂസിയത്തിലെ കാഴ്ച കണ്ട് പുറത്തിറങ്ങി. ഇനി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കാമെന്ന് വെച്ചു. നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് കാറ്റുകൊണ്ട്. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ നിർമ്മിച്ചേക്കുന്ന തടി കൊണ്ടാട്ടോ. നല്ല തടി കൊണ്ട് കൊത്തിയെടുത്ത മേൽക്കൂരയാണ് ഇതിൻ്റെയൊക്കെ. ഈ സ്റ്റൈലിനെയാണ് പഗോഡ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പഗോഡ ആർക്കിടെക്ചർ സ്റ്റൈല്. അതായത് ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ ഒരു 3 ഫ്ലോറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, 3 നിലയിൽ. അതിന് പഗോഡ സ്റ്റൈൽ എന്നാണ് പറയുന്നത്.
ഞാൻ ഈ കാഠ്മണ്ഡു എത്തിക്കേണ്ട മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ തൊപ്പി മേടിച്ചു. നല്ല വെയിലാണ്, തൊപ്പിയിലാണ് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ബൈക്കേ തൊപ്പി വെച്ചിരിക്കും, തൊപ്പി കാറ്റെടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് അറിയില്ല. 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. कितना का भैया? How much? क्या? 400. Starting price 400. 200? 400. 400? സാധാരണ ഒരു തൊപ്പിക്ക് 400 രൂപ. ഇവിടെ അധികം വിലപേശം നടക്കില്ല. 400 പറഞ്ഞാൽ 350 രൂപയ്ക്ക് കിട്ടും. ഏതായാലും ഞാൻ ഒരു തൊപ്പി മേടിച്ചു. ഇനി നേരെ നടക്കുന്നത് ഇവിടെ വലിയൊരു മാർക്കറ്റുണ്ട്, ഇന്ദിരാ ചൗക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ആ മാർക്കറ്റിലേക്കാണ്. കാഠ്മണ്ഡുവിൽ തന്നെ ഏറ്റവും പഴയൊരു മാർക്കറ്റാണ് ഈ ഇന്ദിരാ ചൗക്ക് മാർക്കറ്റ്. ഇവിടെ 6 സ്ട്രീറ്റ് ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇന്ദിരാ ചൗക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ചൂട് കാരണം നല്ല ദാഹമായിരുന്നു. നല്ല തിരക്കുള്ളൊരു ലസ്സിക്കട കണ്ടു. അപ്പം ലസ്സി കുടിക്കാമെന്ന് വെച്ച് അങ്ങോട്ട് നടന്നു. Hello, you want to try lassi? क्या? Big or small? Big. Thank you. How much? 80. ഒരു ഗ്ലാസ് ചെറിയ മോരും വെള്ളം, അതായത് ലസ്സിക്ക് 40 രൂപ. വലിയ ഗ്ലാസ് ആണെങ്കിൽ 80 രൂപ. ഏതായാലും ഞാൻ ഒരു വലിയ ഗ്ലാസ് കുടിച്ചു. ഇനി ഈ മാർക്കറ്റിലെ കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിച്ച് മാർക്കറ്റിനുള്ളിൽ കൂടെ നടക്കാമെന്ന് വെച്ചു. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയും ടിബറ്റും ചൈനയൊക്കെ ആയിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ത്യയും ടിബറ്റും ചൈനയൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്നതിന് ഇടയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു ഈ ഇന്ദിരാ ചൗക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴയൊരു മാർക്കറ്റാണ് കേട്ടോ ഈ ഇന്ദിരാ ചൗക്ക്. കുറേ നേരം മാർക്കറ്റിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് മാർക്കറ്റിലെ കാഴ്ചയൊക്കെ ഉണ്ട്. അവസാനം ഒന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് ഒരിടത്ത് വന്നിരുന്നു. ഇതാണ് സേൽ റൊട്ടി. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു നേപ്പാളി സ്വീറ്റ്സാണ് ഈ സേൽ റൊട്ടി. ചായ എല്ലാം കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 4-5 മണിയായി. ഏതായാലും അടുത്തു, രാവിലെ ഇറങ്ങി നടപ്പാണ്. ഇനി അതുകൊണ്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വെച്ച് അടുത്ത ഒരു ബൈക്ക് വിളിച്ചു. ഈ ബൈക്കെല്ലാം ബുക്ക് ചെയ്യുന്ന പാത്തോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴി കേട്ടോ. നമുക്ക് ഇന്ത്യയിലെ ഓല യൂബർ പോലെ തന്നെ പാത്തോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ബൈക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ കാഠ്മണ്ഡു മൊത്തം കണ്ടത്. 4-5 ദിവസം കൊണ്ട് കാഠ്മണ്ഡുവിൽ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി വലിയ സ്ഥലങ്ങളൊന്നും കാണാൻ ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇനി കാഠ്മണ്ഡുവിനോട് ബൈ പറഞ്ഞിട്ട് നാളെ പൊക്രയ്ക്ക് പോകാമെന്ന് വെച്ചു. ഇനി ചെന്നിട്ട് ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് നാളെ രാവിലെ പൊക്രയ്ക്ക് പോകണം.